ഹേ ഗായ്സ്, അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്നൊരു കല്യാണത്തിന് പോകാം നമുക്ക്. ആരാന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ നമ്മൾ കൂടെ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ ഇപ്പോഴാണ് ആദ്യം കാണുന്നത്. അപ്പോൾ എല്ലാവരും വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നേരിട്ട് കാണുന്നത് കേട്ടോ, മെസ്സേജും കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ടുണ്ട്. അപ്പോൾ എന്നെ കൂട്ടാൻ രണ്ടുപേര് വരുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ പിന്നെ ഇപ്പം കേട്ടോ കാണുന്നത്. ഇപ്പോഴും മെസ്സേജും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അപ്പോൾ ഒരു കല്യാണത്തിന് പോയിട്ട് വരാം നമുക്ക്. ഓക്കെ, അങ്ങനെ കുട്ടന്മാർ എന്നെ കൂട്ടാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയാന്ന് കാണിച്ചു തരാട്ടാ. ദേവകുമാർ, ദേവ്, അഫ്ലൻ, എന്തുണ്ട്? അടുത്ത ആളെ കൂട്ടിട്ടുണ്ട്. വിനായക് ഷൂട്ടിലെന്തോ എന്താടാ വിനായക? വിട്ടോ എടി നമ്മൾ വ്ളോഗ് എടുക്കാന്ന്. ഇതെന്നാണ് ഒരു ഇസ്തിരി ഇട്ടിട്ടില്ല വെച്ചിട്ട് സീരി തുടച്ചോണ്ട് ഷർട്ട് ഇസ്തിരി ഇട്ട് വെച്ചിട്ട് ചോറ തന്നെ ഇസ്തിരി. അയാളെടുത്തോ, ആ ടൈലറാണ് നീ. ഞാൻ സ്ഥിരം കൊടുക്കുന്നത് ആദ്യത്തെ ഒരു ചായ കുടിച്ചോ ശ്യാമിലെ? ഞാനൊരു കാര്യം പറയട്ടാ. നമുക്കൊരു ചായ കുടിച്ചിട്ട് അജ്മലടുത്തേക്ക് പോയിട്ട് അജ്മലുണ്ടല്ലേ? എന്നാല് വളക്കമനെ നമ്മള് ചായ കുടിക്കാൻ അജ്മലല്ലോ. ഇവൻ ജിമ്മിന്റെ ആണെന്ന് വിളിച്ചാ. ഞാൻ മയാഞ്ഞൊരു കേസിലേക്ക് വരുന്നു പറഞ്ഞു. എന്നിട്ട് കാരണം വെച്ചാല് ശ്യാമില് എപ്പോ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കും. നമ്മൾ വിനായക പറയും 9 മണിയായി, ഞാൻ വരുന്നില്ല, ജിമ്മ് പോയിട്ട്. എന്റെ ഇപ്പം കിട്ടുന്നത്രേ. കോളേജ് വിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകും. അതല്ലേ 3:30 ആരെല്ലോ എടുത്ത് പേടിപ്പിച്ചിട്ടാണ് വീട്ടിൽ പോക്ക്. അപ്പൊ നമ്മള് അടുത്താളെ പോയി കൂട്ടട്ടെ. അയച്ചുവല്ലേ കാണാം. ഞാൻ ആ ടൈം ആ ജീവിതം ഏഴ് ശ്യാമിലെ അല്ല ഇവൻ എനക്കോന്ന് അരമണിക്കൂർ 1 മണിക്കൂർ വ്ളോഗ് ആയിട്ടൊന്നും റീലിടാനല്ലേ? അല്ല, ഞാൻ ഇല്ലെല്ലാം കാണിച്ചിട്ട് കിട്ടിയാ മതി. ഒന്നിക്ക് എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് അടിക്കും. എന്തെങ്കിലും ഒന്ന് നടക്കും. ശ്യാമിലെ ചായ കുടിക്കാൻ ചായ കുടിക്കട്ടെ. ബാക്കിൽ കേട്ടു, ബാക്കിൽ വരട്ടെ. എവിടെ 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 ശ്യാമില് നോക്കണം. ശ്യാമെന്താ പറ ശ്യാമില്? എടാ എനിക്കെന്ന് പറയുന്നേ എല്ലാരും സുഖം ജീവിതം. കാലിക്കറ്റ് വാ, കാലിക്കറ്റ് കുറെ വ്ളോഗ് എടുക്കാനുണ്ട്. കാലിക്കറ്റ് ഒരു വ്ളോഗ് എടുക്കുന്നതാണ്. കാലിക്കറ്റ് വരാനുണ്ട്. വേണം ഈ ഫീൽഡിൽ എന്നെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഇത് രാജുഭായി, ഇത് ബാംഗ്ലൂർ ഷെഡ്ഡി. അടുത്ത ആള് വന്നില്ലേ? അടുത്ത ആള് വന്നില്ലേ? മാസ്കറാ എന്താണ് മാസ്കിലിട്ട് ഓരോളായിട്ട് കാണിച്ചത്. എന്താ സംഭവം? മാസ്കിട്ടൊന്നും പരിപാടി എടാ എഴുന്നേർത്ത ഡ്രസ്. എടാ ശ്യാമിൽ എഴുന്നേർത്ത ഡ്രസ് രമേശിനാണോ? രമേശിന്റെ ആടെന്നാണോ? നമ്മള് കുറച്ച് ജോലി അടിക്കട്ടെ ഗൈസ്. എനിക്ക് കല്യാണ വീട്ടിലെത്തുക. ടൈമല്ല വെക്കുന്നത്. എവിടെ വീണ സബ്സ്ക്രൈബ് ആക്കാൻ ഇത് വേറെ റീല്. അപ്പൊ കല്യാണ വീട്ടിലെത്തിട്ട് കാണാൻ. ഏ ശ്യാമിലെ കല്യാണത്തിന്റെ കല്യാണ പെണ്ണിനെ അല്ലേ?
ഇതാ പോരാ എവിടെ പോകും ഇതല്ലേ ഇതാ പോരാ നമ്മൾ കേരള കൈസ് നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് പുറത്തേക്കും എടാ എന്താ എത്തേറണ്ടേ സംഭവം ഗിഫ്റ്റ് വന്നില്ല കൈസ് ഗിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇടയ്ക്ക് നേരത്തെ അറേഞ്ച് ചെയ്യണ്ട ഷാമില് അരിപ്പൊടി ജീരകം എടാ ഗിഫ്റ്റ് നേരത്തെ എത്തിക്കണ്ടേ എന്ത് ചെയ്യാനാണ് ജ്യൂസ് കുടിക്കുമ്പോ പുറത്തിരിക്കും ഇനി ഫുഡും കൂടി കഴിച്ചിട്ടാണ് അത് എത്തിയിട്ടാണ് ആദ്യം ഗിഫ്റ്റ് വരട്ടെ നമ്മള് ഗിഫ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഇപ്പം കാലം ഗിഫ്റ്റ് വരുമോ ഇവനെല്ലാം എല്ലാം റെഡി ആക്കിയിട്ട് ഞാനല്ല ദുബൈയിലുണ്ട് എടാ ഇപ്പഴേ വരുമോ ഷാമിൽ ഏൽപ്പിക്കുന്ന അപ്പേ പറഞ്ഞോ ഞാനല്ല പോസ്റ്റ് അടിച്ചിരിക്കും കല്യാണ പെണ്ണടക്കം കണ്ടിട്ട് എല്ലാം പോസ്റ്റ് അടിച്ചിരിക്കും രാജുമോനെ വരുമോ ഗിഫ്റ്റ് അപ്പൊ വീട്ടിലെല്ലാവർക്കും മൈസൂർ പാക്ക് ആരും എടുക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ നമ്മ കല്യാണ പെണ്ണെ വെച്ചിട്ട് തരുമോ നോക്കാം കോളിംഗ് ആണ് എടുക്കട്ടെ ആയിരിക്കുമല്ലോ കല്യാണ മോളെ കടല എന്നുള്ള ഇതെന്താ അറിയോ നമ്മള് പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഒരു കടലക്കാരനെ കുത്തിയിട്ട് മറിച്ചിട്ട് അതിനുശേഷമായിട്ടാണ് കടല. അതിനുശേഷം കോളേജിൽ ഫുള്ളോളം കടലാതെ വിളിക്കുന്നു. അതിനുശേഷം അയാൾ കടലക്കയും വിറ്റിട്ടില്ല, ഇവിടെ വണ്ടി എടുത്തിട്ടില്ല. അറിയാണ്ട് നീരജിന്റെ ഫോണിൽ ബ്ലോഗ് ചെയ്യുന്നു. അജ്മലും ശ്യാമിലും മുൻഷി. ദേവിന്റെ ക്രഷിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പേരിട്ടോ. ഫസ്റ്റ് ലെറ്റർ എ ആണ്. എനിക്കറിയില്ല. സെക്കൻഡ് ലെറ്റർ പഴയത് മാത്രമേ അറിയൂ. അതാ അത് പീല് തുടങ്ങുന്നത്. അതാണ് പി. സെക്കൻഡ് ലെറ്റർ അതാ. എല്ലാരും നോക്കിയിട്ട് എന്നെ നോക്കാൻ വേണ്ടി ക്യാമറ എടുത്തിട്ട് നാളെ മുതൽ ധീരജിന്റെ ഒപ്പം പാട്ട് പാടാൻ പോകുന്നു. ഞാൻ നാളെ ഒരു തബല കഴിക്കാൻ പോകുന്നു. 4 ആള് കാണുന്നുണ്ട്. നീ ആ വായിച്ചിട്ട് അതിൽ 4 ആൾക്കാരെ കുറക്കും. നമ്മ തബല വിട്ടാനാ വന്നു. ബ്ലോഗ് എടുക്കാനല്ലോ. വിനായകൻ പറഞ്ഞു ഫുഡ് പാവച്ചക്കത് നമ്മളെ കടുപ്പട്ടെ കല്യാണം കഴിച്ചില്ല. കല്യാണ പെണ്ണ് ഓല ഫുഡ് വെച്ചിട്ട് പോകും. നമുക്ക് കഴിച്ചിട്ട് ഇങ്ങനെ എടുക്കും. നമ്മളെ ഫുഡ് കഴിച്ചിട്ട് വരാം കഴിച്ചു. നമ്മൾ കാണാൻ പോയാലും കല്യാണ പെണ്ണ ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ നമ്മളും കഴിച്ചു. കല്യാണ പെണ്ണ കാണിച്ചു. ഞാൻ പൊട്ടുപോകുന്നുണ്ട്. കല്യാണ പെണ്ണ പെരുതി പോട്ടെ കഴിച്ചു. കല്യാണ പെണ്ണൊക്കെ ഉണ്ടാണോ? ഞാനതല്ലേ ബ്ലോഗ് എന്താ പറയണ്ടേ? ഒന്നുമില്ല. അതാ പറയൂ. ഒരു പാട്ട് പാടാൻ കൊറേ ടൈം ഫസ്റ്റ് തുടങ്ങി. നീ തന്നെ തുടങ്ങിയതാ. അരിപ്പത്ത് ഷാമിനെ കാണിക്കും. അപ്പോ അതൊക്കെ വേണ്ടി നമ്മളൊരു പാട്ട് പാടി കൊടുക്കണേ.
നമ്മളെ നമ്മളിപ്പം ഇറങ്ങല അതിനകത്ത് അല്ലേ അതിനോട് പറയട്ടെ ഈ വീഡിയോന്റെ ഭാഗമാണ് ഇത് വല്ല മെയിൻ കളിക്കാൻ നോക്കും മെയിൻ ആയിരുന്നു കളിക്കാൻ നോക്കും പക്ഷെ ഒന്നും നടക്കലില്ല ലാസ്റ്റ് കാര്യം അതവിടെ നമ്മൾ പറയട്ടെ കേസ് കളിക്കുന്നുണ്ട് ബൈ നാളെ വരാം ഈ നാളെ എന്തിന് ചോറയാൽ എന്നെ കൊണ്ട് അവളെങ്ങനെ എന്നെ പറഞ്ഞയക്കാണ് ഞാൻ തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി പയ്യനിലേക്ക് പോകും ചായ കൊടുത്തോ ചായ ചായ ഇല്ലാണ്ട് ചായ എങ്ങനെ പയ്യനൂരെ കൂട്ടിക്കൊണ്ടിട്ട് ചായ ഇല്ല ചായ കുടിക്കാനാ ചായ ഇല്ല ഗൈസ് പയ്യനൂര് ചായ ഇല്ല ഇതിനൊക്കെ എത്ര ടൈം ആയിടാ ഇതാ രാത്രി ചായ കൊടുത്തോ ജനത 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 മിൽക്കിൽ ആ ജനത ജനതയിൽ ജനതയാ ജനതയിൽ ഒരു ബട്ടർ ബണ്ണ് അടിക്കും ഇങ്ങനോ റീലിടാൻ വേണ്ടിട്ട് എടാ എന്റെ വ്ളോഗിന് കൊടുക്കും ജനതാ മിൽക്കിലെ ബട്ടർ ബണ്ണാണ് ബട്ടർ ബൺ അല്ലേ പക്ഷെ ഇത് വൈകുന്നേരം കഴിക്കണം ഗൈസ് അടിപൊളിയാണ് വൈകുന്നേരം സെറ്റാണ് ജിമ്മ് എടാ ഒന്ന് ബൈസെപ്സ് പിടിച്ചേ പിടി 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 പിടിക്കടാ എല്ലാരും ബ്ലോഗ് ഇട്ടില്ല എന്റെ ഐഡിയ എങ്ങനെയുണ്ട് എല്ലാരും ഓക്കെ ബൈ ബൈ ഓക്കെ നമുക്ക് ട്രിപ്പ് പോണ്ടേ ഓക്കെ എടാ ഇവനിപ്പോ ഏറെ കയറും തിരിച്ചു തന്നെ കാണാൻ ബ്രോ ചെക്കനെ വേഗം എത്തിക്കണം വേഗം എത്തിക്കണം ലേറ്റ് ആയി ലേറ്റ് ഗൈസ് അതെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിൽ കയറി പിന്നെ എൻ്റെ വീഡിയോ ഞാൻ അവിടുന്ന് ചെയ്തില്ല കാരണം അവരുടെ കൂടെയായിട്ട് കുറേ കാലത്തിന് ശേഷം കാണുന്നില്ല കുറേ കാലം എപ്പോഴും നമ്മൾ മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് അവർ നേരിട്ട് കാണുന്നത് നമ്മൾ കുറേ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ എന്താ പറയുക അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് നമ്മൾ ഇതൊക്കെ ചിരിച്ച് കളിച്ച് എല്ലാവരും ഊക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ അടിച്ച് തീമർത്ത് അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് എൻഡ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ